എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്ന വീഡിയോ ഈസ്റ്റ് ലണ്ടനിലെ കാനിങ് ടൗൺ എന്ന് പറയുന്ന പ്രദേശത്തെ കുറേ ദൃശ്യങ്ങളാണ്. ഈ കാനിങ് ടൗൺ എന്ന് പറയുന്ന സ്ഥലം സ്ട്രാറ്റ്ഫോർഡിനോട് വളരെ അടുത്ത് ഒരു 5 മിനിറ്റ് ഡ്രൈവിംഗ് ഡിസ്റ്റൻസിലുള്ള ഒരു പ്രദേശമാണ്. ഇവിടെ ഒരു 25-30 വർഷങ്ങൾക്ക് മുമ്പൊന്നും അത്രത്തോളം ആളുകൾ താമസിക്കാൻ ഇഷ്ടപ്പെടാതിരുന്ന ഒരു സ്ഥലമാണ്. ഇത്തിരി കുറച്ച്, പക്ഷേ ഇപ്പോൾ ഭയങ്കര എക്സ്പെൻസീവായിട്ടുള്ള ഏരിയയാണ്. ശരിക്ക് ഡെവലപ്മെൻറ്റുകളും വലിയ വലിയ കെട്ടിടങ്ങളും അതുപോലെ തന്നെ വീട്ടിനൊക്കെ ഭയങ്കര വിലയാണ്. സ്ട്രാറ്റ്ഫോർഡ് സിറ്റിയിലേക്കൊക്കെ ഉള്ള വളരെ ആക്സസ് ഉള്ള ഒരു സ്ഥലമാണ്. ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത് ഒരു സൺഡേയിലായതുകൊണ്ട്, രാവിലെ സൺഡേയിലൊക്കെ കടകളൊക്കെ ഒരു 11-12 മണിയായിട്ടൊക്കെ ഓപ്പൺ ആവത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് റോഡിൽ വലിയ ക്രൗഡുകളൊന്നും കാണാത്തത്. ഞാൻ ഒരു മോർണിംഗ് ഒരു 10:30 മണി ടൈമിലാണ് ഇത് ഷൂട്ടിങ് ചെയ്യുന്നത്. അതൊരു സൂപ്പർ മാർക്കറ്റാണ്. നമ്മുടെ നാട്ടിൽ അവൈലബിളായിട്ടുള്ള കാച്ചിൽ, ഏത്തപ്പഴം, ചായ് വാല, അവിടെ മോർണിംഗിലൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനൊക്കെ ആളുകൾ വരുന്നുണ്ട്. അതൊക്കെ റീസെൻ്റ്ലി വന്ന പുതിയ പുതിയ ബിൽഡിങ്ങുകളാണ്. വളരെ ലണ്ടൻ്റെ എല്ലാ ഭാഗത്തേക്കും ഉള്ള ബസ് സർവീസും ട്രെയിൻ സർവീസൊക്കെ ഉണ്ട് കാനിങ് ടൗണിൽ നിന്ന്. ഡൊമിനോസ്, അതും ഉയരമുള്ള ബിൽഡിങ്ങും ഒരു 5 വർഷത്തിനുള്ളിൽ ബിൽഡ് ചെയ്തതാണ്. അപ്പോൾ യൂറോപ്പിലൊക്കെ പൊതുവെ നല്ല തണുപ്പാണ്. അപ്പോൾ ഈ മോർണിംഗിലൊക്കെ റോഡിലൊക്കെ ചിലപ്പോൾ ഫ്രോസ്റ്റ് കാണും. അതുകൊണ്ട് കംഫർട്ടബിളായിട്ടുള്ള ഷൂ ഒക്കെ ഇട്ടേ നടക്കാം, അല്ലെങ്കിൽ സ്ലിപ്പറി സർഫസ് ആയിരിക്കും. ലെഫ്റ്റ് സൈഡിലൊരു സൂപ്പർ മാർക്കറ്റാണ്. ഈ പ്രദേശത്ത് ഒരു 30 ഇയേഴ്സിന് കൂടുതലും ബ്ലാക്ക്സ് പീപ്പിളിൻ്റെ മെജോറിറ്റി ആയിരുന്നു. പിന്നെ പൊതുവെ ആളുകൾ ഒരു കുറച്ച് അക്രമങ്ങളൊക്കെ ഉള്ള ഏരിയ ആയതുകൊണ്ട് ആളുകൾ കുറച്ച്
താമസിക്കാൻ ഇഷ്ടപ്പെടാതിരുന്ന ഒരു പ്രദേശമാണ്. പക്ഷേ അതിപ്പോൾ UK വൺ ഓഫ് ദ ബെസ്റ്റ് ഏരിയയാണ്, വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള. അതൊരു ഫ്ലൈ ഓവറാണ്. ആ സൈക്കിളിൽ പോയ ഊബർ സർവീസുകാരാണ് ഇവിടെയൊക്കെ പഠിക്കാനൊക്കെ വന്ന കുട്ടികളൊക്കെ കൂടുതലും ഒക്കെ ഇങ്ങനെയൊക്കെയുള്ള ജോലികളിലൊക്കെയാണ് കൂടുതൽ ഏർപ്പെട്ടിരിക്കുന്നത്. അപ്പം എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അത് ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ലണ്ടൻ്റെ മിക്ക ഭാഗങ്ങളും വിസിറ്റ് ചെയ്ത് അത് പകർത്തി നിങ്ങൾക്ക് ഞാനത് കാണാനുള്ള ഒരു അവസരം ഉണ്ടാക്കി തരുന്നതായിരിക്കും. അപ്പം ഇവിടെ വന്ന് കാണാൻ പറ്റില്ലല്ലോ, എല്ലാവരെ കൊണ്ടും പറ്റില്ല. അപ്പം ഫ്ലൈ ഓവറിൻ്റെ അടിയിലൊക്കെ അവർ ശരിക്കും ഇരിക്കുന്നതിനുള്ള ബെഞ്ചുകളൊക്കെ ഇട്ടിട്ടുണ്ട് സമ്മർ ടൈമിലും. ഇപ്പോഴാളുകളൊക്കെ നടന്നൊക്കെ വരുമ്പം ടയേർഡാവുന്നവരൊക്കെ അവിടെ ഇരിക്കാനുമൊക്കെ പറ്റും. ഇതെല്ലാം പുതിയ പുതിയ ബിൽഡിങ്ങുകളാണ്. വളരെ ഒരു 10-15 വർഷത്തിനുള്ളിലുള്ള ഡെവലപ്മെൻറ്റാണ്. പക്ഷികൾക്ക്, പ്രാവുകളൊന്നും ആളുകളൊക്കെ ചിലപ്പം ഫുഡ് ഇട്ട് കൊടുക്കാതെ അവിടെ വന്ന് കൂട്ടം കൂടെ വന്ന് ആളുകളെ കണ്ടാലൊന്നും അതിന് ആരും ഒന്നും ചെയ്യില്ല. അതിന് സമീപത്തായിട്ടാണ് കാനിങ് ടൗൺ ബസ് സ്റ്റാൻഡ്. വരുന്ന ബസ്സുകളെല്ലാം കാണുന്നതാണ്. അവിടെ വന്ന് ടെർമിനേറ്റ് ചെയ്യും. ചില ബസ്സുകൾ അത് സ്റ്റാൻഡിൽ വന്നിട്ട് അങ്ങോട്ട് വേറെ സിറ്റിയിലോട്ട് പോകുന്നുണ്ട്. അവിടെ നാളെ പിക്കപ്പ് ചെയ്ത് ആ ബസ് സ്റ്റോപ്പിന് മറുവശത്തായിട്ടാണ് ട്രെയിൻ സ്റ്റേഷൻ അണ്ടർഗ്രൗണ്ട്. അത് സിറ്റിയിലെ പല ഭാഗങ്ങളിലോട്ട് പോകാനുള്ള ട്രെയിൻ കണക്ഷൻസ് അവിടെ ഉണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സൺഡേ ഒരു 10:30 മണി സമയമായതുള്ളൂ. അതുകൊണ്ടാണ് ആ തിരക്ക് അല്പം കുറഞ്ഞിരിക്കുന്നത്. സാധാരണ വീക്ക് ഡേയ്സിലൊക്കെ ആണെങ്കിൽ അവിടെ വളരെ ജനങ്ങൾ അല്ലെങ്കിൽ ആളുകൾ കൂടുതൽ ഉള്ള പ്രദേശമാണത്. വലിയ ക്രൗഡായിരിക്കും, വലിയ വലിയ കെട്ടിടങ്ങളാണ്. Thank you.